അധികാര തുടർച്ച നേടി കേരള രാഷ്ട്രീയത്തിൽ പുതുചരിത്രം എഴുതിയ ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും തകർന്നടിയുകയായിരുന്നു. ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമായി തന്നെയാകും ഇത്തവണത്തെ ഫലത്തെ വിലയിരുത്തുക. ആശ്വാസ ജയം നേടിയതാവട്ടെ മന്ത്രി കെ രാധാകൃഷ്ണനും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മുൻതൂക്കം ഇത്തവണയും തുടർന്നു. പക്ഷേ അപ്പോഴും ആരും കരുതിയില്ല ഇടതുമുന്നണിയുടെ ഇത്രയും മോശമായ പ്രകടനം. സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യാസമില്ലെങ്കിലും പ്രകടനം വിലയിരുത്തുമ്പോൾ വളരെ പിന്നിലാണ് ഇടതുമുന്നണി. മാറുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണോ അതോ ഇടതു നേതാക്കൾ തന്നെ പറഞ്ഞതുപോലുള്ള ഭരണത്തിന്റെ വിലയിരുത്തലാണോ? ഏതായാലും ഇടതുമുന്നണിയുടെ തന്ത്രങ്ങൾ പാളി എന്നതാണ് സത്യം. കേരളത്തിൽ ഇത്തവണയും കനലൊരു തരിയായി ഒതുങ്ങുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്താണ് ഇത്ര വലിയ പരാജയത്തിന് കാരണം? 2019 പരാജയത്തിന് കാരണങ്ങൾ പലതായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കൈക്കൊണ്ട നിലപാട്, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവും, കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ വരില്ലെന്നും കോൺഗ്രസിന് അനുകൂലമായ സ്ഥിതിയുണ്ടെന്നുമുള്ള വിലയിരുത്തലുകളുമെല്ലാം ഇടതുമുന്നണി ഒരൊറ്റ സീറ്റിലേക്ക് ഒതുങ്ങാൻ ഇടയാക്കി. എന്നാൽ ഇത്തവണ ഇതായിരുന്നില്ല സ്ഥിതി. BJPക്ക് അനുകൂലമായ വലിയ തരംഗമില്ലായിരുന്നു. എന്നിട്ടും ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല. തൃശൂരിൽ പരാജയപ്പെട്ടെങ്കിലും നില മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്തായത് മാത്രമാണ് എടുത്തു പറയാനുള്ള നേട്ടം. വടകരയിൽ KK ശൈലജയെ അടക്കം നിർത്തി മത്സരിപ്പിച്ചിട്ടും വലിയ മുന്നേറ്റമുണ്ടാക്കാനായില്ല. 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ശൈലജ ടീച്ചർക്കെതിരായ പരാമർശങ്ങളും പോസ്റ്റുകളുമൊക്കെ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും അതൊന്നും വോട്ടിലേക്ക് മാറ്റാൻ CPMന് സാധിച്ചില്ല. ആലത്തൂരിലെ കെ രാധാകൃഷ്ണന്റെ വിജയം പാർട്ടിയുടെ നേട്ടമല്ല, വ്യക്തിപ്രഭാവവും UDF സ്ഥാനാർത്ഥിക്കെതിരായ വികാരവുമാണ് ആ ജയത്തിലേക്ക് എത്തിച്ചത്. ആലപ്പുഴയിൽ ആരിഫിന്റെ ജയം ഒരു ഫ്ലൂക്കായി വേണം ഇതോടെ കാണാൻ. A. വിജയരാഘവൻ, MV ജയരാജൻ, MV ബാലകൃഷ്ണൻ, V. ജോയ്, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ കരുത്തരായ നേതാക്കളെ തന്നെയാണ് CPM കളത്തിലെത്തിച്ചതെങ്കിലും ആർക്കും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായില്ല. ഇവരിൽ പലർക്കും ഒരിക്കൽ പോലും ലീഡ് നേടാനായില്ല എന്നതും എടുത്തു പറയണം. ഈ അവസരത്തിൽ CPIM വലിയൊരു ആത്മവിമർശനത്തിന് തയ്യാറാകണം. എവിടെയാണ് പിഴച്ചത്? ജനവികാരം എതിരായിരുന്നു? ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അടക്കം മറുപടി പറയുകയും വേണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.